ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പഴയ നിയമത്തിലെ പെസഹായുടെ പൂർത്തീകരണം, കർത്താവിൻ്റെ അവസാനത്തെ അത്താഴം, പരിശുദ്ധ കുർബാനയുടെയും പൗരോഹിത്യത്തിൻ്റെയും സ്ഥാപനം, ഓർമ്മകളുടെയും അനുസ്മരണങ്ങളുടെയും സമ്പന്നത കൊണ്ട് ധന്യമാണ് പെസഹായുടെ സുദിനം. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. പഴയ ഇസ്രായേൽ അടിമത്തത്തിൻ്റെ ഈജിപ്തിൽ നിന്നും പ്രതീക്ഷയുടെ കാനാനിലേക്ക് കടന്നുപോയതിൻ്റെയും കർത്താവിൻ്റെ ദൂതൻ ഈജിപ്തിലെ ആദ്യജാതരെ സംഹരിച്ചപ്പോൾ കട്ടിളപ്പടിയിലെ കുഞ്ഞാടിൻ്റെ രക്തം കണ്ട് ഇസ്രായേൽ ഭവനങ്ങളെ കടന്നുപോയതിൻ്റെയും അനുസ്മരണമായിരുന്നു യഹൂദ ജനതയുടെ പെസഹ. സ്നേഹത്തിൻ്റെ പുതിയ പെസഹ സ്ഥാപിച്ചുകൊണ്ട് മിശിഹ പഴയ നിയമത്തെ പൂർത്തീകരിച്ചു. മിസ്റ്റിക് സാഹിത്യകാരനായ ഖലീൽ ജിബ്രാൻ ഇങ്ങനെ പറയുന്നു: വിട പറഞ്ഞകലും വരെ സ്നേഹം അതിൻ്റെ ആഴങ്ങൾ അറിയുന്നില്ല. ദൈവമായിരുന്നവന്റെ അവസാന നിമിഷങ്ങൾ അവന്റെ ജീവിതത്തിൻ്റെ ആകെ തുകയായിരുന്നു. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. സ്നേഹിക്കുന്നവരെ പോലും തള്ളിക്കളയുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് ചുറ്റും. പുകഞ്ഞ കൊള്ളിപ്പുറത്ത് എന്ന ചൊല്ലിനെ കാലഹരണപ്പെടുത്തി എന്നെ വളർത്താത്തതിനെയെല്ലാം പുറത്തു നിർത്തുക എന്ന ജീവിതശൈലി നമുക്ക് ചുറ്റും രൂപപ്പെട്ടു കഴിഞ്ഞു. ഇവിടെയാണ് ഈശോ എന്ന എക്കാലത്തെയും വലിയ ഗുരു തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നത്. അവൻ്റെ ശിഷ്യരിൽ ആരും സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവരായിരുന്നില്ല എന്നു മാത്രമല്ല, തന്നെ ഒറ്റിക്കൊടുത്തവനും തള്ളിപ്പറഞ്ഞവനും ഗത്സമനിയുടെ വേദനയിൽ അവനെ തനിച്ചാക്കിയവരുമായിരുന്നു. അവരുടെ മുമ്പിൽ തൻ്റെ മേലങ്കി ഊരിവെച്ച് ഭൂമിയോളം താഴ്ന്ന് പാദം കഴുകി ചുംബിച്ച ഈശോ നമുക്ക് മുമ്പിൽ ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനില്ല എന്ന് പഠിപ്പിച്ച അവിടുന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു: നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. സ്നേഹിക്കുന്നവരെ പോലും തള്ളിപ്പറയുന്ന ലോകതത്വത്തിനു മുമ്പിൽ ശത്രുക്കളെയും വേദനിപ്പിക്കുന്നവരെയും സ്നേഹിച്ചുകൊണ്ട് അവരുടെ പാദം പോലും കഴുകുവാൻ ഈശോ നമുക്ക് മാതൃക കാണിച്ചു തന്നു. അനുദിനം അപരന്റെ പാദം കഴുകാൻ അവസരം ലഭിക്കുന്നവരാണ് നാം. സ്നേഹം നിറഞ്ഞ ഒരു നോട്ടം കൊണ്ട്, ഹൃദയപൂർവമായ ഒരു വാക്കുകൊണ്ട്, നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മെ വെറുക്കുന്നവരുടെ പാദം കഴുകുമ്പോൾ ഓരോ ദിവസവും നമുക്ക് പെസഹ ആചരണമായി മാറും. വർഷത്തിലൊരിക്കൽ കടന്നു പോകുന്ന ഒരു അനുഷ്ഠാനമായി മാറാതെ എന്നിലൂടെ പൂർത്തിയാകുന്ന ഒരു പെസഹ അനുഭവം സ്വന്തമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.